ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാലുണ്ടല്ലോ, ഒരു കുഞ്ഞു വ്ളോഗാണ്. അതായത് പ്രതീക്ഷിക്കാതെ നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം ബറോഡയ്ക്ക് പോകാനുണ്ടായത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ്. പോകണം പോണ്ട എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഞങ്ങൾ. പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും പോയേക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബറോഡയ്ക്ക് ഇറങ്ങിയൊരു വ്ളോഗാണ് കേട്ടോ. നല്ല ട്രാഫിക് എന്ന് പറഞ്ഞാലും പോരാ, ഭയങ്കര ട്രാഫിക്കായിരുന്നു. ഉച്ച സമയത്ത് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും ഞങ്ങൾ പ്രതീക്ഷിച്ചത് മിക്കവാറും ട്രാഫിക് ഉണ്ടാവില്ലായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, മക്കളും നല്ല അടിപൊളി ട്രാഫിക്കായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ട്രാഫിക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യം പോകുന്ന വഴിക്ക് പെട്രോൾ അടിച്ചു കുറച്ച്. പാചകത്തിന് സ്ഥിരമായിട്ട് ജിയോൻ്റെ പെട്രോൾ വന്നിട്ട് എപ്പോഴും പെട്രോൾ അടിക്കാൻ പൂർത്തിയാക്കിയിട്ടില്ലേ? ശരിക്കും പിടിക്ക്. പ്രവർത്തനാക്കിയാൽ കുഴപ്പമില്ലല്ലോ, പ്രവർത്തനത്തിലാക്കിയില്ലെങ്കിലും. ഓ ആയിക്കോട്ടെ, വലിയ കലാകാരനാണെന്ന് വിചാരം. കലാകാരനാവാതിരുന്നാ മതി. എവിടെ പോയി അച്ഛൻ? അച്ഛൻ്റെ അഡ്രസ്സും പൊടിയും കാണുന്നില്ല ഗൈസ്. അച്ഛൻ്റെ ലജോട്ടിൻ്റെ അഡ്രസ്സും പൊടിയും കാണുന്നില്ല ഗൈസ്. ആള് ബജ്ജി മേടിക്കാൻ പോയതാണ് എന്ന് തോന്നുന്നു. ആണാ? ഒരു ചായ കിട്ടിയാൽ മതിയായിരിക്കും. അപ്പൊ അടുത്തത് ആദ്യമായി നോക്കാൻ ആദ്യം പോകുന്നുണ്ട്. ആദ്യം വിളിക്കുന്നു, ആദ്യം പോയിട്ടുണ്ട്. ഞാനും പതുക്കെ വലിഞ്ഞു പോട്ടെ. അങ്ങനെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ പെട്രോളൊക്കെ അടിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് വണ്ടിയിൽ ഞാനും ആദ്യം കൂടെ കുറച്ച് ഇടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ ഒരു വഴിയിലൊരു കടയിൽ നിർത്തിയിട്ടോ. എന്താണെന്ന് വെച്ചാൽ അജൂട്ടൻ വന്ന് കുറച്ച് ഉറങ്ങി എഴുന്നേറ്റ്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനും ആദ്യക്കുട്ടും കൂടെ പോയി ബുക്സൊക്കെ വാങ്ങിച്ചിട്ട് വന്നു അവൻ്റെ ഈ വർഷത്തെ. അങ്ങനെ ബുക്സൊക്കെ വാങ്ങിച്ചു വന്ന ശേഷം പിന്നെയാണ് ആൾ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബറോഡയ്ക്ക് ഇറങ്ങിയത് കേട്ടോ. നൈറ്റായിരുന്നു ആൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടുത്തൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ രാവിലെ എന്തായിരുന്നു എനിക്ക് ഓർമ്മയില്ല കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അവർ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സ്കൂളിൽ നിന്ന് പുറത്ത് പോയി ബുക്ക് വാങ്ങിച്ചിട്ട് വന്ന ശേഷം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറയണത് എന്താണെന്ന് വെച്ചാൽ ഇന്നലത്തെ പുലാവ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് മമ്മിയുടെ വീട്ടിൽ പോകണമെങ്കിൽ പിന്നെ അത് എന്തായാലും വേസ്റ്റ് ആവില്ലേ, 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം ഞാൻ ആ പുലാവ് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ ഇറങ്ങിയപ്പോൾ എനിക്ക് അധികം വിശപ്പില്ലാത്തതുകൊണ്ട് അധികം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ചായ മാത്രം എന്താ പറയുക, എപ്പോഴും ചായ മുഖ്യം ബിഗിലേന്ന് പറഞ്ഞ പോലെ ചായ എനിക്ക് ഭയങ്കര അത്യാവശ്യമുള്ളൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചായ ഞാൻ കുടിച്ചു. ബജ്ജിയൊന്നും കഴിച്ചില്ല എന്ന് പറയുന്നില്ല കേട്ടോ. അത്യാവശ്യം ഞാനും ഒക്കെ കുറച്ച് ടേസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വണ്ടിയിൽ കയറിയിരുന്നു, സുഖമായി പാട്ടൊക്കെ ഇട്ടിരുന്നു. പിന്നെ അവരൊക്കെ കഴിച്ച് വന്ന് അത് കഴിഞ്ഞ് നമ്മൾ ഡയറക്റ്റ് പിന്നെ വീണ്ടും ബറോഡയ്ക്ക് തിരിച്ചു. അങ്ങനെ ഏകദേശം ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴാണ് നമ്മൾ എത്തിയിട്ട്. അവർക്ക് അറിയില്ലായിരുന്നു, സർപ്രൈസ് ആയിരുന്നു, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്താ പറയുക, അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും വലിയ കുഴപ്പമില്ലാത്ത ട്രിപ്പായിരുന്നു. നല്ല ചൂടായിരുന്നു. അപ്പോൾ പോകുന്നതിന് മുന്നേ അജുവേട്ടനുണ്ടല്ലോ ഓഫീസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് പാൻറ്റ് വേണമെന്ന് പറഞ്ഞിട്ട്, ഫോർമൽസ് ഇല്ല ആൾക്കെന്ന് പറഞ്ഞിട്ട്, ഉള്ളതൊക്കെ ഭയങ്കര ലൂസാണ്. ആൾ നന്നായിട്ട് മേലിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആൾക്ക് ഭയങ്കര ലൂസുമാണ്. വേറെ പാൻസും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ പാൻറ്റിൻ്റെ സെക്ഷനിൽ വന്നിട്ട് എടുക്കുകയാണ് കേട്ടോ. ഞാൻ കൂടുതലൊന്നും എടുത്തിട്ടില്ല, കാരണം എല്ലാ സൈഡുകളിലും അവിടുത്തെ സ്റ്റാഫുകളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല എന്നുള്ളതുകൊണ്ടുണ്ടല്ലോ ഞാൻ ആരും കാണാത്ത രീതിയിൽ എടുത്തു കേട്ടോ. അങ്ങനെ ചെറിയൊരു ക്ലിപ്പ് മാത്രമേ എടുത്തുള്ളൂ. വീട്ടിൽ വന്നപ്പോൾ മമ്മി നോക്കുന്ന കൊച്ചായിട്ടിത് സഹറ എന്ന പേര്. അപ്പോൾ അവളെന്തൊക്കെയോ അവളുടെ ഭാഷയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഉറങ്ങി എന്നിട്ട് മൂഡിലിരിക്കുകയായിരുന്നു ആൾ. പിന്നെ നമ്മൾ കുറേ നാളിന് ശേഷം നമ്മളെ കാണുമ്പോൾ ഒരു കുട്ടികൾക്ക് ഉണ്ടാവുമല്ലോ, കുറേ നാളിന് ശേഷം നമ്മളെ കാണുമ്പോൾ അവർക്ക് ചെറുതായിട്ടൊരു മൂഡ് ഓഫൊക്കെ കാണുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ സേഫായിട്ട് എത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായി കാണുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്യണം.